വെൽക്കം ടു എജുക്സ്പെർട്ടോ. ഈ വീഡിയോയിൽ AI ടൂളായ ഡീപ്സീക്ക് ഉപയോഗിച്ച് ചില ഫോർമൽ ലെറ്റേഴ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, ഫോർമൽ ലെറ്റേഴ്സ് പർപ്പസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഗൂഗിൾ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് ബ്രൗസറിൽ deepseek.com എന്ന് സെർച്ച് ചെയ്ത് ഡീപ്സീക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ പേജിൽ വേണമെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ID, പാസ്വേഡ് എന്നിവ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ലോഗിൻ വിത്ത് ഗൂഗിൾ ഓപ്ഷനിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു Gmail ID ഓപ്പൺ ആയിരിക്കണം, ജസ്റ്റ് ലൈക്ക് യൂട്യൂബ് ലോഗിൻ പോലെ. ഇവിടെ ഉദാഹരണമായി ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായി വരും. ഇനി ഈ സ്ഥാപനത്തിലേക്ക് തന്നെ പല ലെറ്റേഴ്സും പാർസൽസും വരേണ്ടതായുമുണ്ട്. അങ്ങനെ സ്വീകരിക്കുവാൻ അത് രേഖാമൂലം ബന്ധപ്പെട്ട പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു റിക്വസ്റ്റ് നൽകേണ്ടതായുണ്ട്. അതെങ്ങനെ AI ടൂൾ ആയ ഡീപ്സീക്ക് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഇത് ഉദാഹരണം മാത്രമാണ്. അതുപോലെ പലതരത്തിലുള്ള ബിസിനസ് ലെറ്റേഴ്സ് സിറ്റുവേഷൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അതിനായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കറിയാം, AI ചാറ്റ് ബോട്ടായ ഡീപ്സീക്ക് അല്ലെങ്കിൽ ChatGPT ഇവ രണ്ടും നമ്മൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന ഡീറ്റെയിലിങ്ങിനനുസരിച്ച് AI തരുന്ന ലെറ്ററും ഡീറ്റെയിൽഡ് ആയിരിക്കും. ഇവിടെ നാം എന്താണ് പർപ്പസ്, എന്താണ് കോണ്ടന്റ്, ലെറ്റർ ആര് ആർക്ക് എന്നിങ്ങനെ വ്യക്തമായി കൊടുത്താൽ AI തരുന്ന ലെറ്ററിൻ്റെ ഉള്ളടക്കവും വ്യക്തവും കൃത്യവുമായിരിക്കും. ഇനി ജനറലായി ഒരു ലെറ്റർ പോസ്റ്റ് ഓഫീസിലേക്ക് എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചാൽ AI തരുന്നത് സ്പെസിഫിക് ഡീറ്റെയിൽ ഇല്ലാതെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉൾപ്പെടുത്തി ഒരു ഉദാഹരണ സഹിതമായിരിക്കും. അതുകൊണ്ട് ചോദിക്കേണ്ട പ്രോംപ്റ്റിൽ വ്യക്തത വളരെ അത്യാവശ്യമാണ്. ഇവിടുത്തെ ചാറ്റ് ബോക്സിൽ കൊടുക്കുന്ന നിർദ്ദേശം, അഥവാ AIയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പ്രോംപ്റ്റ്, ഇങ്ങനെ കൊടുക്കാം. I started a business firm of wholesale textile shop and the name is ABC Textile Company, MG Road, Cochin, with PIN code. Write me a formal communication letter to the concerned postmaster regarding the commencement and directing the correspondence or parcel to the address mentioned. The letter should be addressed to postmaster, MG Road, Cochin. അതിനുശേഷം എൻ്റർ കീ അടിച്ചാൽ ഡീപ്സീക്ക് AI ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നതായി കാണാം. ഫർദർ എന്തെങ്കിലും റിഫൈൻമെൻറ്റ് വേണമെങ്കിൽ വീണ്ടും ഈ പ്രോംപ്റ്റിൽ ഈ ഡീറ്റെയിൽസ് കൂടി ആഡ് ചെയ്ത് റീറൈറ്റ് ചെയ്യാനായി പറയാം. ഉദാഹരണമായി ഈ ലെറ്ററിൽ കമൻസ്മെൻറ്റ് ഡേറ്റ്, ഷോപ്പിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നിവ. ഓർക്കുക, ആക്ച്വൽ സിറ്റുവേഷൻ നിങ്ങൾക്കാണ് അറിയുക. ലെറ്ററിൻ്റെ ടോൺ ലൈക്ക് പൊളൈറ്റ്നെസ്, കമാൻഡിങ് എന്നിവ അതിനനുസരിച്ച് പ്രോംപ്റ്റിൽ വ്യത്യാസപ്പെടുത്താം. AI നമുക്ക് തന്ന ലെറ്റർ ഇനി മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറൊരു വേർഡ് ഡോക്യുമെൻറ്റിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഷോർട്ട്കട്ടായി Ctrl+C, Ctrl+V എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ഒരു ജോബ് ആപ്ലിക്കേഷന് വേണ്ട കവറിംഗ് ലെറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ജോബ് സെലക്ഷൻ പ്രൊസീജിയറിൽ ഒരു റെസ്യൂം, CV അല്ലെങ്കിൽ ബയോഡാറ്റ എന്നതിനോടൊപ്പം ഒരു കവറിംഗ് ലെറ്റർ എങ്ങനെ നന്നായി പ്രിപ്പയർ ചെയ്യാമെന്നതും ആ ജോബിൻ്റെ ഇനീഷ്യൽ സ്ക്രീനിങ്ങിലെ സാധ്യതയെ സ്വാധീനിക്കുന്നു. ഡീപ്സീക്ക് AI ഉപയോഗിച്ച് ഒരു കവറിംഗ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ
കൊടുക്കുന്ന പ്രോംപ്റ്റിൽ കൃത്യതയാർന്ന വിവരങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ അഥവാ റോൾ, വർക്ക് ചെയ്ത കമ്പനിയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സ്കിൽസ് ആൻഡ് കീ അച്ചീവ്മെൻറ്റ്സ് വിത്ത് മെഷറബിൾ ഫാക്ട്സ് ലൈക്ക് പെർസെൻറ്റേജ്, ഗ്രോത്ത് എന്നിങ്ങനെ. അപ്ലൈയിങ് ജോബിലെ ജോബ് ഡിസ്ക്രിപ്ഷൻ കീവേഡ്സ് ലൈക്ക് പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ബഡ്ജറ്ററി കൺട്രോൾ, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് എന്നിങ്ങനെ ആ ജോബ് മോസ്റ്റ്ലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തിരിക്കണം. ചില കമ്പനികൾ തങ്ങളുടെ ATS സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഈ കീവേഡ്സ് കവറിംഗ് ലെറ്റർ പ്രത്യേക പരിഗണനയ്ക്ക് കാരണമായേക്കാം. ലെറ്റർ എല്ലായ്പ്പോഴും ചുരുക്കിയും പ്രാധാന്യം സ്വാധീനിക്കപ്പെടാവുന്നതുമാക്കുക. ലെറ്റർ ഗ്രാമാറ്റിക്കലി കറക്ഷന് വിധേയമാക്കുകയും വേണം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ലെറ്ററിൽ വളരെ പൊളൈറ്റ് ആയി ഇൻ്റർവ്യൂവിന് അഭ്യർത്ഥിക്കുന്നതും ശ്രദ്ധിക്കുക. ചുരുക്കി പറയുവാണെങ്കിൽ ആ ലെറ്റർ ഉള്ളടക്കം നിങ്ങൾ ആരാ, എന്താ, എത്ര സ്കിൽസ് ഉള്ളവരാണ്, ആ സ്കിൽസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് എത്രത്തോളം സ്യൂട്ടാകും, അപ്ലൈ ചെയ്യുന്ന ജോബിനോട് ആ കമ്പനിയോടും എത്ര കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്കുണ്ട് എന്നും ആ ലെറ്റർ വായിക്കുന്ന ആൾക്ക് അറിയാൻ കഴിയണം. ബോറടിക്കാനും പാടില്ല. ഇവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ സാങ്കല്പികമായതിനാൽ ആക്ച്വൽ സിറ്റുവേഷനിൽ കുറച്ചും കൂടെ ടൈലർ മെയ്ഡായി ലെറ്റർ പ്രിപ്പയർ ചെയ്യുവാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. ഇവിടെ പ്രോംപ്റ്റിൽ കൊടുത്തിരിക്കുന്ന വിനീത് കുമാർ ടി എന്നയാൾ BSc 2009 പാസ് ഔട്ടാണ്. അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് ICICI ക്രെഡിറ്റ് കാർഡ്സിൽ 5 years ആസ് എ റിലേഷൻഷിപ്പ് മാനേജർ, ബജാജ് അലയൻസിൽ സെയിൽസ് മാനേജറായി 5 years ആൻഡ് പ്രസൻ്റ്ലി വർക്കിംഗ് ഇൻ Unilever FMCG ആസ് എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെയിൽസ് മാനേജർ. ലാസ്റ്റ് 6 years ആയിട്ട് ഈ കമ്പനിയിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽസ് ആണ് കോർ എക്സ്പീരിയൻസ്. അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് അപ്ലൈ ചെയ്യുന്നത് അവിടെ സൗദി അറേബ്യൻ കമ്പനിയായ അറാംകോ ജിദ്ദ ഡിവിഷനിൽ ആണ്. പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസർ ഇൻചാർജായാണ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം റൈറ്റ് മീ എ ജോബ് കവറിംഗ് ലെറ്റർ സ്യൂട്ടബിൾ ഫോർ ദ പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അടിച്ചാൽ ലെറ്റർ പ്രിപ്പയർ ചെയ്തു വരുന്നതായി കാണാം. ഓർക്കുക, റിയൽ ലൈഫ് സെനാരിയോയിൽ സെയിൽസ് അച്ചീവ്മെൻറ്റ്സ് വിത്ത് ഫിഗേഴ്സ്, പെർസെൻറ്റേജ് എന്നിവയൊക്കെ ചേർക്കാം. AIയിൽ വന്ന ലെറ്റർ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഗ്രാമർ കറക്ഷൻ, എന്തെങ്കിലും റിഫൈൻമെൻറ്റ് ആവശ്യമെങ്കിൽ അതും കൂടി ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ജോബ് നീഡിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തതായും അപ്ലൈ ചെയ്ത പ്രൊഫൈലിൽ വേണ്ട എക്സ്പീരിയൻസ് സെക്ടർ ഡൈവേഴ്സിറ്റി ഉള്ളതാണെന്നും അച്ചീവ്മെൻറ്റ്സ് കൊടുത്തത് ഫോക്കസ് ഓറിയൻറ്റഡ് ആണെന്നുമുള്ള ലെറ്ററിനെ കുറിച്ചുള്ള വിശദീകരണം താഴെ കൊടുത്തതായും കാണാം. മാത്രമല്ല ഫർദർ ആക്ഷണബിൾ എന്താണെന്നും ഈ ലെറ്ററിന് താഴെ നിർദ്ദേശിക്കുന്നു. റെസ്യൂമെ അറ്റാച്ച് ചെയ്യുവാനും കുറച്ചും കൂടെ കമ്പനിയുടെ അപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ റീസർച്ച് ഇനീഷ്യേറ്റീവ്സ് അനുസരിച്ച് റിഫൈൻ ചെയ്യുവാനും നിർദ്ദേശിക്കുന്നു. അതായത് കമ്പനിയുടെ റീസെൻ്റ് ഇനീഷ്യേറ്റീവിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ റെസ്യൂമെയും ലെറ്ററും കസ്റ്റമൈസ് ചെയ്യണമെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനിയും ഫോർമൽ ലെറ്റേഴ്സ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.